സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടാണ് വൺ ബ്ലോക്കിൻ്റെ തന്നെ 5ാമത്തെ പാർട്ടായിട്ട്. ആൻഡ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടൊന്ന് ഫുള്ള് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട്. വീട് ഫുള്ള് പുതുക്കി പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് ഇവിടുത്തൊക്കെ ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ്. ആൻഡ് പിന്നെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഇവിടെ അല്ലേ, നമ്മൾ ഇവിടെ കണ്ട കുറേ മരമൊക്കെ നട്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഈ മരമൊക്കെ നമ്മളുടെ ഫുള്ളൊരു നാച്ചുറൽ എൻട്രൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മളിത് ഈ കോബിൾ സ്റ്റോൺ വഴി നമ്മളിവിടെ ഒരു ഏരിയ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ വീട് നമ്മൾ കെട്ടാൻ വേണ്ടി പോകുന്നത്. അതിന് ഇവിടെ നമുക്ക് ഒരു വലിയൊരു ബേസ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറുതെ ഒരു വീട് ഉണ്ടാക്കുക. നമ്മൾ അത്യാവശ്യം കിടിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം കുറച്ച് പ്ലാനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മളും ഈ ഹാമച്ചാനെ കൂടി ഒരു അടിപൊളി വീട് ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം മറ്റേ ഇത് വെക്കണ്ടേ, എന്ത് അങ്ങനെയുള്ള എൻട്രി വെക്കണ്ടേ? എൻട്രി ഞാൻ വെക്കൽ തുടങ്ങി. വേവാ കോബിൾ സ്റ്റോൺ കുറെ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവുക വെച്ചിട്ട് ഞാൻ വരുന്നുണ്ട്. പംകിൻ സീഡ് കൊടുത്തിട്ട് തത്തനെ ടൈം ചെയ്യാൻ പറ്റൂലേ? നോക്കി നോക്ക്. ഇത് വെച്ചാൽ മാത്രം മതി. അടിച്ച് പിക്കാക്സ് സെറ്റ് വന്നാൽ മതി. അടിച്ച് എന്ത് കാട്ട് ഇതാണ് എൻ്റെ ഒക്കെ പ്രശ്നം. കോബിൾ സ്റ്റോൺ വെച്ചിട്ടല്ലേ വെക്കണ്ടേ? ആ, ഇവിടെ എല്ലാ മരങ്ങളുടെ ഇടയിലും ഇതേപോലെ വെക്കണോ? പിന്നല്ലാണ്ട് വെറുതെ ഒന്നും വെക്കലില്ല. അവിടെ വെച്ചോ. അടിച്ച് പിക്കാക്സ് സെറ്റ് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത ഇതിൻ്റെയൊക്കെ പിക്കാക്സ് ഇല്ല. അവിടെ മരം വളർന്നല്ലോ. അപ്പോത്തിനും മരമൊക്കെ ഒന്ന് മുറിച്ചെടുക്കാല്ലേ. 2000 years later. ഇത് പൊട്ടിക്കട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ഒന്ന് വെക്കാം. ഇപ്പം കറക്റ്റായി നോക്കി നോക്ക്. നോട്ടെ. ഓക്കെ, കണ്ട ഇപ്പം എന്തായാലും നമ്മുടെ എൻട്രൻസ് കറക്റ്റായിട്ട് ഇത് കണ്ട കുറേ ചപ്പും ചവറും ഇങ്ങനെ വന്നിക്കണ്. ഈ മേൽഭാഗം നമുക്കൊന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇതേമാതിരി ഹൈറ്റ് ഒന്ന് സെയിം ആക്കി എടുക്കണം. ഇങ്ങനത്തെ മരം വന്നാൽ ഇതാ പ്രശ്നം. ഇത് കണ്ട ചെറുതീന്ന് വലുതിക്ക് പോണ പോലെ ഉണ്ടല്ലോ. ആ സത്യട്ടാ. മരം പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മുറിക്കൂട്ടാ യൂട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ്. പണി എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെയൊക്കെ ഒരു സ്റ്റാക്കിൻ്റെ മേലേക്ക് ലോഗ് ഉണ്ട്. ഓക്ക് വുഡിൻ്റെ ലോഗാണിത്. നമ്മളിതിപ്പോൾ ഇങ്ങനെ വെച്ചില്ലേ, ഇതിങ്ങനെ മരം ഇങ്ങനെ എന്താണ് വളരും, നമ്മൾ മുറിക്കും, സാപ്ലിങ് വെക്കും. അങ്ങനെ നമ്മൾ കുറേ കളക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാക്കിൻ്റെ മേലേക്കുള്ള വുഡൻ ലോഗ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വീട് നമ്മളൊരു സെറ്റപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എടാ എൻ്റെ ഇതിലുള്ള വുഡൻ പ്ലാങ്ക്സ് മറ്റേ കണക്കനുസരിച്ച് 7/11. ഒരു മിനിറ്റ്, നമ്മൾക്കൊരു കണക്ക് കിട്ടിയിട്ടുണ്ട്. ആ കണക്കനുസരിച്ചാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. 1 2 3 4 5 6. അയ്യോ, ഇത് കുറച്ചുകൂടി സ്ഥലം വേണ്ടി വരും. ഇനി കുറച്ചുകൂടെ കൊണ്ട് വെച്ചാലോ? ആ, കുറച്ചുകൂടി ബാക്കിലേക്ക് വെക്കാം. ഒരു 2 സ്റ്റെപ്പ് കൂടി വേണ്ടി വരും തോന്നുന്നുണ്ട് അല്ലേ? അതിന് നമുക്ക് കോബിൾ സ്റ്റോൺ ഉണ്ടാവേണ്ട സീനില്ല. ഇതൊരു കാര്യം 2 മതി. 2 വെച്ചിട്ട് ഇനി ആവശ്യം 3 വെച്ചാൽ മതി. ആ, അതിൻ്റെയൊക്കെ എത്ര ഇതുണ്ട് കോബിൾ സ്റ്റോൺ? ആ, ഇപ്പൊ 15 സെറ്റായില്ലേ? ഇവിടെ ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇത്ര തന്നെ മതി തോന്നുന്നു. നമുക്ക് വെക്കാം 7 കറക്റ്റ് വെക്കാം. 1 2 3 4 5 6 7. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒന്നെടുത്തിട്ട് ഒരു മിനിറ്റ് അല്ല, ഇജ പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ചോ. ഇവിടെ മുതൽ വെച്ചോ. ഞാൻ ഇപ്പോൾ വെച്ചിക്കണ മുതൽ അങ്ങനെ വെച്ചോ. ആ, ഇപ്പോഴാണ് കറക്റ്റായത്. കാരണം ഒന്ന് നല്ല ബാക്കിക്കായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് പോയി വീഴും. ഓക്കെ, നമ്മുടെ വീടുണ്ടാക്കാൻ നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പായിട്ട് മേലെ കയറാൻ അങ്ങനെ സെറ്റപ്പാണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 2 3 4 5 6 7. അത് കറക്റ്റായി. ഇനി ഇവിടുന്ന് 11 3. ഇതിപ്പോൾ 7 അല്ലേ? 8 9 10 11. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കൂടി വെച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഗ്യാപ്പിന് ഇവിടെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇനി സ്റ്റേയേഴ്സ് കണ്ട. ഇപ്പം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാ, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളവിടെ ഇത് വെക്കാൻ പോകുന്നത്. എന്ത്? ആ, നമ്മൾ ഇവിടെ നമ്മുടെ ഇതുണ്ടാക്കാം. നമുക്ക് പില്ലർ ഉണ്ടാക്കാം. ടൈൽ നമുക്ക് ഇത് വെച്ച് വെക്കാം. ജംഗിളിൻ്റെ ഒക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് അടിയത്തെ നമ്മൾ ഈ ഒരു ജംഗിൾ ലോഗേറ്റാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്ക് പില്ലറിൻ്റെ പണി. പില്ലർ ഇപ്പോൾ 4 എണ്ണം. ഓക്കെ, 4 എണ്ണം തന്നെ നമ്മൾ വെക്കണുള്ളൂ.
ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു എന്താണ് ഫ്രെയിമില്ലേ, ഈ ഒരു വീടിൻ്റെ ഫ്രെയിമിൻ്റെ പണിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ കറക്റ്റ് പില്ലറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇഹാമച്ചാൻ നമ്മുടെ സ്റ്റെപ്പിൻ്റെ പണിയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഹാമച്ചാൻ പോയിട്ടുള്ളത്. വന്നാ ഓക്കെ, വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വുഡൻ പ്ലാങ്ക്സ്. അയ്യോ അതെന്തത് ഇവിടെ എന്താ കാട്ടുണ്ട്? ഇവിടെ നമ്മൾ എങ്ങനത്തെ ഡിസൈൻ ചെയ്യുക? എൻ്റെ സ്റ്റേയേഴ്സ് ഉണ്ട്, സ്റ്റേയേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഇതെന്താ കാട്ടറ്? സ്റ്റേയേഴ്സ് വെക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നേരയുടെ പരിപാടി എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് വെക്കാം. ഓക്കെ, ജോയ് കോബിൾ സ്റ്റോൺ പറിക്കും. കോബിൾ സ്റ്റോൺ ഉണ്ട് എൻ്റെ ഇവിടെ ബാക്കിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തും വെക്കണോ? ബാക്കിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തും സ്റ്റേയേഴ്സ് വെക്കണോ? ബാക്കിൽ വെക്കണ്ട, പിന്നെ എന്തെങ്കിലും സ്ഥലം വെച്ചിട്ടുണ്ട്. അത് പ്ലാങ്ക് ഇല്ല അവിടെ വെക്കണം. പ്ലാങ്ക് ഉണ്ട്, ഒരു മിനിറ്റ്. അല്ലേ ഇവിടെ നമുക്ക് ഇത് വെക്കണ്ടേ? ജനലിൻ്റെ പണി ഇവിടെ ജനൽ വെക്കാം അല്ലേ? ഇവിടെ വെക്കാം, ഫ്രണ്ടിലും വെക്കാം, സൈഡിലും വെക്കാം. ഗ്ലാസ് പ്ലെയിൻ എങ്ങനെ കിട്ടാന്നറിയാം. 6 ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് 16 ഗ്ലാസ് പ്ലെയിൻ കിട്ടും. 6 ഗ്ലാസ് ഉണ്ടല്ലോ. പക്ഷെ സീൻ എന്താ വെച്ചിട്ടാ, നമ്മുടെ ഗ്ലാസ് ഉണ്ടാ? ഗ്ലാസ് ഇല്ല. ഗ്ലാസ് ഇല്ലേ നമുക്ക് തൽക്കാലത്ത് ഇത് അടച്ചു കൂട്ടി തന്നെ വെക്കാം അല്ലേ? സീരിയസ് ഇല്ല. അപ്പം നമ്മൾ ജനൽ എന്തായാലും ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് വെക്കാൻ പറ്റൂല. നമ്മുടെ ഇതില്ല, എന്ത് നമ്മുടെ ഗ്ലാസ്. ഇത് കളർ ഒരു വലിയൊരു കോമ്പിനേഷൻ ഇല്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, ഫൈനൽ ഔട്ട്പുട്ട് നോക്കി നോക്കാം. ഇത് പിന്നെ ടൈലായിട്ട് നമ്മൾ വെക്കല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല. 1 2 3 3 മതി ഇവിടെ. 1 2 3 1 2. മേൽഭാഗത്ത് സെറ്റാക്കാൻ എങ്ങനെയാണ്? അതിന് കുറെ സ്റ്റേഴ്സ് ഉണ്ടേ. വുഡിന്റെ സ്റ്റേഴ്സ് മതിയില്ലേ? വുഡ് അവിടെ ഉണ്ടല്ലോ, അവർക്ക് പറിച്ചാളെ പോയിട്ട്. ഏത് നിൽക്കണല്ലേ? എടാ എനിക്കും വുഡ് വേണം. വുഡ് വേണോ? ഞാൻ പറിക്കാം. ഇവിടെ ഈ ഭാഗം ഞാൻ പറിക്കുന്നുണ്ട്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എന്ത്? വുഡ് കിട്ടി. അനക്കുണ്ട്. എന്ത്? ഓക്കെ, 14 ഉണ്ട്. സെറ്റ്. അനക്ക് ജംഗിൾ ലോഗ് വേണോ? ജംഗിൾ ലോഗ് വേണ്ട. ഓക്കെ, അപ്പം നമ്മുടെ മേലത്തെ അടുത്തൊന്ന് പറിച്ചതല്ല പറയൂലേ? ഒന്ന് എക്സ്ട്രാ വന്നപ്പോൾ ഞാൻ ഒന്ന് പറിച്ചതാണ്. എല്ലാം കൂടി ഉണ്ട് പോയി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇനി വുഡൻ പ്ലാങ്ക്സ് ആക്കത്. ഓക്കെ, നമുക്കിത് ഇവിടെ വെക്കാം അല്ലേ? സോ നമ്മുടെ വീടിന്റെ പണി എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത് തീർത്തിട്ട് നമ്മൾ ക്രാഫ്റ്റിന്റെ അവിടെ പറിച്ച് വീട്ടിൽ കയറ്റി വെക്കാം. ഈ മരം നിൽക്കുന്ന കാരണം കറക്റ്റ് കാണാനല്ലോ. യൂണിറ്റ് മരം ഒന്ന് മുറിക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ലുക്ക്. കണ്ട അടിപൊളിയായില്ലേ? ഓക്കെ, അപ്പം നിങ്ങളെന്തായാലും നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട്. അങ്ങനെയാണ് വന്നിട്ട് 10 എത്ര റേറ്റിംഗ് കൊടുക്കുന്നു കാണാനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ
സാധനങ്ങളൊക്കെ കയറ്റി വെക്കുക. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിന് അടുത്തിരുന്നല്ലോ അവിടുന്ന്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഫർണസൊക്കെ ഉണ്ട്, എടുത്തോ. ഫർണസ് വലിയ സ്ഥലമൊന്നും ഇല്ല. നമ്മൾ വില്ലേജസിലെ വീട് പണി കണ്ട അപ്പൊ അത് ചെയ്യണോ? വുഡിന്റെ അല്ലേ ചെയ്യണമെന്ന് ഞാൻ പറയാം. അതുകൂടി ചെയ്തിട്ട് നിർത്താല്ലേ? അപ്പം നമുക്ക് അതുകൂടി ചെയ്യാം. വില്ലേജർമാരെ വീടിൻ്റെ മാതിരി നമുക്ക് ഓടൊക്കെ കുറച്ച് സെറ്റപ്പ് ഒക്കെ എടുക്കാം. ഇവിടെ എങ്ങനെ വെക്കണം മേലെ? ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് മേലെ ഇങ്ങനെ വെക്കട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ല ഒരു പ്ലാൻ കൂടി ഉണ്ട്. ഇതെന്താ വെക്കണേ? ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ കൂടി ഒന്ന് കവർ ചെയ്യാം. ഇത് ബോറാവോ എന്നൊക്കെ അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതൊരു ബെഡ് കിട്ടിയാ? ഇല്ല, 1 ബ്ലോക്കിൽ ബെഡിൻ്റെ ആവശ്യമില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ രാവും പകലില്ലാതെ പണിയെടുക്കണം. ഓക്കെ, 1 2 3 മൂന്നായില്ല. ഓക്കെ, 3 4. ഓക്കെ, സെറ്റ്. ഇപ്പം എന്തായി? ഇപ്പം നോക്കി നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ എന്താണ് വീട് നിൽക്കുന്നത്. ഇനി ഹാമച്ച ഓടുകൂടി വെക്കട്ടെ. ഓടുകൂടി വെച്ചിട്ട് നമുക്ക് ഇനി വീടിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് നോക്കാം. അല്ലെങ്കിൽ ഇത്ര മതിയില്ലേ? ഇത്ര മതി. ടോർച്ച് ഇനി വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ടോർച്ച് കൂടി വെക്കാണ്ട്. അതിന് നമുക്ക് ഇനിയിപ്പോൾ വെക്കാം. സോ അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ 200 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണണം എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട് പണി എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാൻ ഇസ്മി ഫിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.